ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയാണെങ്കിൽ ചന്ദ്രയ്ക്കിട്ട് ഒരു പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ച് വെളുപ്പാങ്കാലത്തെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അതേസമയം തന്നെ രേവതിയുടെ വീട്ടിലെ അമ്മയും അനിയത്തിയും അതേപോലെ തന്നെ ആങ്ങളെയൊക്കെ നല്ല ഉറക്കം. വെളുപ്പാങ്കാലത്തെ വന്ന് കതകമുട്ടുന്ന ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ചാടി എണീക്കുകയാണ്. ഒരു പേടിച്ചു പോയി. ദൈവമേ, ഇനി ഗജാനന്ദൻ വല്ല ആണോ എന്നൊക്കെ വിചാരിച്ച് എടാ കൈ കിട്ടണതൊക്കെ എടുത്തോട്ടോ, അല്ലെങ്കിൽ അവൻ ഇവിടെ കയറി വലിയ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ താലമണ്ടോക്കി നല്ല അടിയടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ 3 പേരും കൈ കിട്ടിയതൊക്കെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആങ്ങളച്ചെറുക്കൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കടാരയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തുറന്നതും അടിക്കാനായിട്ട് പോയതും ദേ നിൽക്കുന്ന സച്ചിയാണെങ്കിൽ ഇവരെ കണ്ട് പേടിച്ചു പോയി. കാരണം ഇവർ അടിക്കാനായിട്ട് തയ്യാറെടുത്ത് അങ്ങ് നിൽക്കുകയല്ലേ. അപ്പോൾ സച്ചി ചോദിക്കുന്നത് എന്താ ഇത്, ദൈവമേ ഇതെന്താ, എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, ഞാൻ സച്ചിയാണ്. സച്ചിയേട്ടാ, കുറച്ചും കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ സച്ചിയേട്ടൻ്റെ തലമണ്ട പൊളിഞ്ഞു പോയാനായിരുന്നു. അല്ല, നിങ്ങളെന്തിനാണ് ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നത്? ഞങ്ങൾ വിചാരിച്ച് ഗജാനന്ദനാണെന്ന് എന്നും പറഞ്ഞ് സച്ചിയെ അകത്തേക്ക് ക്ഷണിക്കുകയാണല്ലോ. സച്ചിയേട്ടൻ എന്തിനാ അതിരാവിലെ ഇങ്ങോട്ട് വന്നത്, ഇതെന്ത് പറ്റി എന്ന് ചോദിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വാ, അല്ല ഒരു ഫംഗ്ഷന് പോകുന്ന രീതിയിൽ വേണോട്ട് ഒരുങ്ങാനായിട്ട്, നിങ്ങൾ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വാ. അയ്യോ എന്താ, അതൊക്കെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ഒരുക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുങ്ങി വരികയാണ്. ആങ്ങളെ ചെറുക്കനെയാണെങ്കിൽ വേറെ ഏതോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി ഇവരെ കാറ് കയറ്റിക്കൊണ്ട് പോവുക. അപ്പോൾ സച്ചി ഇവരെ കാറ് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവൊക്കെ ചോദിക്കണത്, എന്താ സച്ചി ഏട്ടാ, ഒരു ഓട്ടോ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഓടാനായിട്ട് പോകുന്നത്. പിന്നെ ഓട്ടോ ഇല്ലെങ്കിൽ എന്താ, എനിക്കെന്താ ഉറക്കം വരൂലേ? ഇതൊന്നും അല്ല, ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്ത് സ്ഥലത്തേക്ക്, ഏത് സ്ഥലത്തേക്ക്, എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ അവിടെ ചെല്ലും പറഞ്ഞാൽ മതി. ഇപ്പം ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളൊന്നും അറിയണ്ട. ഒരു സർപ്രൈസാണ്. പിന്നെ സർപ്രൈസ്, നീയൊന്നും മിണ്ടാതിരിക്കാം അവിടെ എത്തണവരെ. പക്ഷെ നീയും മിണ്ടിക്കോ, കൂടെ ഞാൻ വർത്തമാനം പറയില്ലെന്ന് മാത്രം. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ ആകെ ടെൻഷനിന് അടിച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ പിറ്റേ ദിവസം അന്ന് വെളുപ്പിനാവുകയാണ്. ഒരു 7-8 മണിയൊക്കെ ആവുക. അപ്പോൾ നേരെ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രേവതി എത്രയും പെട്ടെന്ന് ഒരുങ്ങണോട്ടോ, ദേ മുല്ലപ്പൂവും വെച്ചോ എന്നൊക്കെ പറഞ്ഞോണ്ട്. എന്താ സച്ചിയേട്ടാ, എന്താ പ്രശ്നം? അതൊക്കെ പറയാൻ രേവതി, ഞാൻ പറയുന്നത് പോലെ നീ കേക്ക്, നീ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വാ. ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ വരിക. ആ സമയം കൊണ്ട് തന്നെ ഈ സച്ചിയാണെങ്കിൽ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയതിന് ശേഷം അച്ഛാ ഇന്നൊരു സംഭവം ഉണ്ട് അച്ഛാ, അങ്ങോട്ട് വരണം. എങ്ങോട്ട്? ഞാനെങ്ങോട്ടും വരുന്നില്ല, എനിക്ക് ഇപ്പോൾ നടക്കാനും പിടിക്കാനൊന്നും പറ്റില്ലടാ, എനിക്ക് വയ്യാടാ. എന്തിനാ അച്ഛാ, അച്ഛൻ വന്നേ മതിയാവുള്ളൂ. എല്ലാവരെയും വിളിക്കണം, നിങ്ങൾക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ അതിശയം നിൽക്കുകയാണ്. കാരണം ഈ വർഷയും അതേപോലെ തന്നെ ശ്രുതിയും ഒക്കെ അതിശയിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്ത് സർപ്രൈസ് ഉണ്ടെന്നേ? സർപ്രൈസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ, നല്ലൊരു ഫംഗ്ഷന് പോകുന്ന രീതിയിൽ വേണം റെഡി ആയിട്ട് നിൽക്കാൻ. അപ്പം ചന്ദ്ര ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവനെന്താ വല്ല ഭ്രാന്താണോ, ഇവൻ എന്താണ് ഈ കിടന്ന് പറയുന്നത്? ഫംഗ്ഷന് പോകാനോ? ഏത് ഫംഗ്ഷന്? അങ്ങനെ ഒരു ഫംഗ്ഷന് നമ്മളെ വിളിച്ചില്ലല്ലോ, പിന്നെന്തിനാ നമ്മളിങ്ങനെ ഓരോരോ ഫംഗ്ഷന് പോകുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നും പറയുക. ഏതായാലും വിളിച്ചല്ലേ ചന്ദ്രേ, നമുക്ക് പോയിട്ട് വരാം, എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാലോ. അങ്ങനെ സച്ചി നേരെ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി നല്ല സാരിയെ കൊടുത്ത് അടിപൊളിയെ സുന്ദരിയായിട്ട് നിൽക്കുക, നല്ലൊരു മുല്ലപ്പൊക്കെ ചൂടിട്ട്. അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ് സച്ചി. അങ്ങനെ സച്ചി അടുത്തേക്ക് ചെന്നിട്ട്, അതേ എന്ത് സുന്ദരിയായിട്ടുണ്ടെന്ന് അറിയാമോ? നല്ല പൂ വിരിഞ്ഞ പോലെയുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള പൂന്തോട്ടം പോലെ. സച്ചിയേട്ടാ മതി, നിർത്തിക്കോ, കൂടുതൽ ഷോപ്പിങ്ങൊന്നും വേണ്ട, എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. അതൊക്കെ പറയാനിരിക്കുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുണ്ട് എന്തെങ്കിലും സർപ്രൈസ് വരുന്നത് തരാന്നേ. അങ്ങനെ ഇവരെല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങുക. അപ്പോൾ വരുന്നു ദേവും അമ്മയും ആങ്ങളെയും ഒക്കെ. നിങ്ങളും ഉണ്ടായിരുന്നോ? പിന്നെ സച്ചി ഞങ്ങളെ വെളുപ്പാങ്കാലത്തെ വിളിക്കാനായിട്ട് വന്നതാണ്. വെളുപ്പാങ്കാലത്തെയോ? അതേ മോളെ, വെളുപ്പാങ്കാലത്തെ വിളിച്ചുകൊണ്ട് വന്നതാ, എന്തൊക്കെയോ കാണിക്കാനുണ്ടെന്നും എവിടെയൊക്കെയോ പോകാനുണ്ടെന്നും എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വേഷം കെട്ടിച്ചു. എന്താ സച്ചിയേട്ടത്? അപ്പോൾ ചന്ദ്രമതിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചന്ദ്രമതി വീണ്ടും ചോദിക്കണേ, എന്തൊക്കെ മണ്ടതരങ്ങളൊക്കെ ഇനി കാണിച്ചു കൂട്ടുന്നത്, എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അതൊക്കെ പറയാം, നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ, ഇവിടം വരെ ഒന്ന് പോയാൽ പോരെ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും കൂടി നേരെ പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ
എന്തോ ഒരു ഷട്ടർ ഇട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക, ഷട്ടറും പോട്ടെ ഒരു പ്ലാസ്റ്റിക് ഇട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക. അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അതിശയത്തെ നോക്കുകയാണ്. ഇനി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ അങ്ങോട്ട് എടുത്ത് മാറ്റിയതും നല്ലൊരു പൂക്കടയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സച്ചി. ആ പൂക്കടയുടെ പേര് ചന്ദ്രമതി എന്നും. ഇത് കണ്ട ചന്ദ്ര ആകെ ചങ്കത്ത് കൈയും വെച്ച് പോവുകയാണ്. പക്ഷേ രവിക്കാണെങ്കിൽ വളരെയേറെ സന്തോഷമായി. കൊള്ളാലോ, അടിപൊളി, ചന്ദ്ര ഫ്ലവർ ഷോപ്പ്, നല്ല കട തന്നെയാണല്ലോ, ഏതായാലും പേരും കൊള്ളാം. അപ്പോൾ സുധിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സുധിയാണെങ്കിൽ നീ എന്താടേ കാണിച്ചു വിടുന്നത്, ഇവിടെ ഇങ്ങനെ കടയിൽ നിടാനും പറ്റില്ല. ആര് പറഞ്ഞു? ഇവിടെ കടയിടുന്നത് കൊണ്ടേ യാതൊരു കുഴപ്പമില്ല, ഇവിടെ തന്നെ കട മതി. അപ്പം ചന്ദ്രയ്ക്ക് അരിശം വരികയാണ്. എടാ സച്ചി, എൻ്റെ പേര് മാറ്റിക്കോ, നീ എൻ്റെ പേര് കൊണ്ട് ഈ കടക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് എന്തിനാടാ? അയ്യോ, അവൻ്റെ ഒരു പൂക്കടക്ക് കൊണ്ടേ എൻ്റെ പേര് കൊണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. എൻ്റെ പേര് പെട്ടെന്ന് തന്നെ മാറ്റിക്കോ. അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല, ഇത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അമ്മയല്ലേ എപ്പോഴും പൂക്കടയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ പേരിലും ഒരു പൂക്കട തുടങ്ങാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. അതുകൊണ്ടാ. അപ്പം രേവതിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. രേവതി സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ്. രേവതി ആ കടയുടെ മുന്നിലേക്ക് പോയി ചുറ്റുപാടും നോക്കിയ രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ആങ്ങളയ്ക്കും ഒത്തിരി സന്തോഷമായി. എങ്ങനെയുണ്ട് പൂക്കട? സച്ചിമോനെ അടിപൊളിയായിട്ടുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നീ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച് വേറെന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് വല്ലാത്തൊരു സർപ്രൈസായി പോയല്ലോ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ നിങ്ങളുടെ പുകഴ്ത്തി പറയാ. ചന്ദ്രമതിക്കാണെങ്കിൽ കാലി വന്നിട്ട് രക്ഷയില്ല. അപ്പോൾ സുധിയാണെങ്കിൽ സച്ചി, നീ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിക്കോ, അല്ല ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ പോലീസിനെ വിളിക്കാൻ വന്നു, നീ എന്നെ കാണിച്ചു തരാം, ഇവിടെ ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധി പോലീസിനെ വിളിക്കാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും രവി അവിടെ തടയുക. നിർത്ത്, പോലീസിനൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ഇത് നമ്മുടെ ഷോപ്പല്ലേ, അതുകൊണ്ട് നമ്മുടെ വീടിന് മുന്നിൽ ഒരു ഷോപ്പ് ഇട്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? പോലീസിനെ വിളിക്കണ്ട, പട്ടാളത്തിനെ വിളിക്കണ്ട, ഈ കടത്ത് ഇവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ ചന്ദ്രമതി, നിന്റെ പേര് ഈ കടക്കിട്ടതിൽ അഭിമാനമല്ലേ വേണ്ടത്? കാരണം നിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. അതൊന്നും ആലോചിച്ച് നോക്കിക്കണ്ടേ. ആര് പറഞ്ഞു എൻ്റെ പേരിലൊരു ഷോപ്പില്ലെന്ന്? ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ചന്ദ്രമതി എന്നല്ലേ? ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടിപ്പോവുകയാണ്. അല്ലേ മോളെ? അതെ അതെ ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞങ്ങോട്ട് കളിക്കുക. അപ്പോഴേക്കും വർഷയ്ക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ള ചേച്ചി, ഈ ഒരു ഐഡിയ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മുടെ വർഷയോട് തന്നെ ഈ ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറയുക. വർഷയ്ക്കാണെങ്കിൽ അത് വളരെയേറെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഏതായാലും ചന്ദ്രയ്ക്കിട്ട് നല്ലൊരു ഇടിവെട്ട് പണി തന്നെയാണ് ഇവിടെ നമ്മുടെ സച്ചി കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് നല്ലൊരു രംഗം തന്നെ കാണാനായിട്ട് പോകുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.